ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട്. എന്നാലും ആ ദിവസം എടുത്ത വ്ളോഗ് ആയതുകൊണ്ട് പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. രാവിലെ തന്നെ അടുക്കള പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇഡലി ആക്കിക്കൊണ്ടിരിക്കുകയെന്ന് അമ്മ ഇവിടെ ബാജിക്കറിക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സ്വാതന്ത്ര്യദിനായാലും നമുക്ക് വയറിൻ്റെ വിശപ്പിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയേ പറ്റൂ. അതിനൊരു മാറ്റവും വരുന്നില്ല. ഇനി എന്ത് പ്രത്യേകതയുള്ള ദിവസമായാലും അപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് ഇഡലിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. അതെല്ലാം ഒന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഇടണം. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനായതുകൊണ്ട് തന്നെ നിച്ചുട്ടിക്ക് അംഗനവാടി പോകാനുണ്ട്. അവിടെ കൊടിയുയർത്തലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നിച്ചുട്ടി 2-3 ദിവസമായിട്ട് ലീവാണെന്നുണ്ടായത് കഫക്കെട്ടലായിട്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ദിവസമല്ലേ, ഇത് ആദ്യമായിട്ടല്ലേ നിച്ചുട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത കൊല്ലം പിന്നെ സ്കൂളിൽ നിന്നായിരിക്കൂലേ ഉണ്ടാവുക. അതുകൊണ്ട് ഏതായാലും ഒന്ന് കൊണ്ടുപോയിട്ട് അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിച്ചുട്ടിനെ റെഡിയാക്കുമെല്ലാം വേണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കണം. എനിക്ക് തോന്നുന്നു 2-3 ദിവസമായി നമ്മൾ മോർണിംഗ് റുട്ടീനും ഡെയിലി ലൈഫൊക്കെ കാണിക്കുമ്പോൾ ഇഡലി ആവുന്നു. അതെന്തോ യാദൃശ്ചികമായിട്ടായി പോകുന്നതാണ് കേട്ടോ. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിലല്ലേ നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. അന്ന് എന്തോ നിർഭാഗ്യവശാൽ ഇഡലി തന്നെ ആയി പോകുന്നതാണ്. ഇഡ്ഡലിയും ബാജിയും ഏട്ടനും എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാജിക്കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ മുറ്റത്ത് തന്നെ കറിവേപ്പില ഉണ്ടാകുമ്പം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ എൻ്റെ അമ്മേൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു പണ്ട്. നമ്മുടെ മുറ്റത്ത് തന്നെ നല്ലോണം കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം ഏകദേശം അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 15 പരിപാടിയെല്ലാം കൊള്ളാവോ എന്ന് അറിയില്ല. നല്ലോണം മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആകാശത്ത് നല്ല മഴക്കാറും പിടിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിച്ചുട്ടി. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യ ദിനാശംസകൾ. അംഗൻവാടി പോണ്ടേ നമുക്ക് കൊടിയെല്ലാം എടുത്തിട്ട്? ഇന്ന് തന്നെയാ പോണ്ടത്. കൊടി ഉയർത്തണ്ടേ നമുക്ക്? എന്തെല്ലോ വാങ്ങിയിട്ടുണ്ടേ നിച്ചുട്ടിക്ക്. കാണിച്ചു തരാട്ടാ. അങ്ങനെ നിച്ചുട്ടി ഇതാ യൂണിഫോമെല്ലാം ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ പിള്ളേർക്കെല്ലാം ഇപ്പം ആവേശമായിരിക്കും അല്ലേ. ഇങ്ങനെ പണ്ടൊന്നും ഇത്രയൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം എന്തൊക്കെയാണ്. ഇന്നലെ ജസ്റ്റ് ഒരു ഫ്ലാഗ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഫാൻസിയിൽ പോയതാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലോ ഉണ്ട് ഇങ്ങനെ കുത്തുന്ന സാധനം. ഇത് പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടായിന്. തലയിൽ കെട്ടുന്ന ബണ്ണ്, വള, മാല, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇപ്പം പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇതെല്ലാം ഇട്ടിട്ട് പോകാമല്ലോ. അങ്ങനെ നിച്ചുട്ടിക്ക് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. ഈ മാല ഞാൻ പണ്ടേ വാങ്ങിച്ചാണ് കേട്ടോ. ഒരു 5 മാസം മുന്നേ ഞാൻ കണ്ണൂർ ഏതൊരു ഫാൻസി പോയപ്പോൾ കണ്ടിട്ട് ഓഗസ്റ്റ് 15 ഇടാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ച് വെച്ചതാണ്. അങ്ങനെ ഇതാ എല്ലാം ഇട്ട് സെറ്റായിട്ട് ചെരുപ്പ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന്. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. കാരണം അംഗൻവാടിയിൽ ഇരിക്കണ്ടല്ലോ. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പോയിട്ട് ഫ്ലാഗൊക്കെ ഉയർത്തിയിട്ട് നമുക്ക് പായസം ഉണ്ടെങ്കിൽ അതെല്ലാം കുടിച്ചിട്ട് വേഗം നമുക്ക് ഇങ്ങോട്ടേക്കന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അമ്മയും അവിടെ തന്നെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ അംഗൻവാടിയിലേക്ക് ഇറങ്ങുകയാണ്. 9 മണി ആയിട്ടുണ്ട് സമയം. ഒരു 9:15 എത്താനാണ് ടീച്ചർ പറഞ്ഞത്. ഞാനും ഇതേ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാനൊരു സിമ്പിളായിട്ടൊരു ചുരിദാറാണ് ഇട്ടത്. ഒരു പച്ച കളറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലാഗിൻ്റെ എല്ലാ കളറും അതിൽ ഉൾപ്പെടുത്തായിരുന്നു. അങ്ങനെ അച്ഛനോട് അമ്മമ്മയുടെ എല്ലാം ടാറ്റയെല്ലാം പറഞ്ഞിട്ട് നിച്ചുട്ടി ഇറങ്ങുകയാണ്. എല്ലാ ദിവസവും അച്ഛനും അമ്മയും പുറത്ത് വരണം കേട്ടോ. നിച്ചുട്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിച്ചു വലിച്ചു കൊണ്ടുവരും. പുറത്ത് നിൽക്ക് ഞാൻ പോന്നാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരെ നമ്മൾ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. നിച്ചുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ തന്നെ ടീച്ചർ ഉണ്ടല്ലോ അവിടെ ബലൂണൊക്കെ ഊതി പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ബലൂൺ ഉണ്ടായിന്. അതാണ് ഊതിയിട്ട് ശരിക്കും പൊന്തുന്നുമില്ല. അപ്പോഴാണ് നിനക്ക് ഓർമ്മ വന്നത് നമ്മുടെ വീട്ടിൽ ബലൂൺ ഊതി പൊന്തിക്കുന്ന പമ്പ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഏട്ടൻ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വീണ്ടും ഏട്ടനെ വിളിച്ചിട്ട് ആ പമ്പ് ഒന്ന് കൊണ്ടുതരുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ അതും എടുത്തിട്ട് കൊണ്ടു തന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ആയി ബലൂണെല്ലാം ഊതി പൊന്തിച്ച് സെറ്റാക്കാൻ പറ്റി. നമ്മൾ വായുകൊണ്ട് ഊതുമ്പം ശരിക്കും ആവുന്നുമില്ല. പിന്നെ ചില ബലൂണെല്ലാം കുഞ്ഞു ബലൂണുണ്ട്. ആ ചെറിയത് ആ ടീച്ചർക്ക് കുറച്ച് വൈകിയത് കൊണ്ട് കുറേ വാങ്ങിക്കാൻ പറ്റിയിട്ട് ആ വലിയ ബലൂണ്. അതുകൊണ്ട് അത് പൊന്തുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബലൂൺ പമ്പ് കിട്ടിയത് കൊണ്ട് വേഗം ഊതി പൊന്തിക്കാൻ പറ്റി. ഏട്ടനും അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിന്നിട്ട് എല്ലാം സെറ്റാക്കി. അപ്പോഴേക്ക് ടീച്ചർ ഇതാ ഓരോന്നോരോന്നായിട്ട് ബലൂണൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഇത് യാഗ്നികയാണ്, എൻ്റെ ഫ്രണ്ടാണെന്നാണ് നിച്ചുട്ടി പറഞ്ഞത് കേട്ടോ. അത് ഡബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൊഞ്ചൽ കൂടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ഇല്ലാണ്ടെന്നത്. അപ്പോൾ ഇതാ പിള്ളേരെല്ലാം നല്ല ആവേശത്തിലാണ്. ബലൂണെല്ലാം ഇങ്ങനെ ഊതി പൊന്തിച്ച് എല്ലാം കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ നിച്ചുട്ടിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒന്ന് ഉഷാറായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലാഗെല്ലാം പിടിച്ച് എല്ലാവരും അതെ എന്തൊക്കെയോ ഇങ്ങനെ വളയും മാലയും ക്യാപ്പും ഒക്കെ ആയിട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കുഞ്ഞുമക്കൾ ഇങ്ങനെ എല്ലാവരും ഒരുപോലെ ഇങ്ങനെ ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്.
കുറേ നേരം അവിടെ ഇരുത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ടീച്ചർ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത് കൊണ്ട് ഇന്ന് എല്ലാ പാരൻസും ഉണ്ട് കേട്ടോ. കൂടെ പാരൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുമക്കളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഫ്ലാഗെല്ലാം ഉയർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പിള്ളേരുടെ ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. എല്ലാരും വന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി പായസം സിന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിന്, അതും കുടിച്ച്. അപ്പം അമ്മയും നിച്ചോട്ടിയും കൂടെ ആഗസ്റ്റ് 15 പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നിട്ട് പോകുമെന്നല്ലേ ചുട്ടി? നിച്ചുട്ടി ഇപ്പം കൊടി കുത്തിയപ്പോൾ തിരിഞ്ഞു പോയോന്ന്. നമ്മൾ ഏട്ടൻ കുറച്ച് നേരത്തെ പോയി, ഏട്ടൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാ അമ്മമാരും പിള്ളേരും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വന്നു. നിച്ചു കുറേ നേരം നടന്നേ, അപ്പോഴേക്ക് ചുമയുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം എടുത്തു, വെയിലും ഉണ്ട്, വേഗം നടക്കട്ടെ. വീട്ടിലെത്തി ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് കഴിയുമ്പോഴേക്കും നിച്ചുട്ടിക്ക് മൈക്കിൻ്റെ ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് മൈക്ക് എടുത്ത് ഞാൻ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു. ഇത് അന്നേ മേടിച്ചതാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്കൊന്നും ഇത് ആവശ്യമേ ഇല്ല കേട്ടോ. പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ കുറച്ച് നേരം എടുത്ത് പാടും, അത്രയേ ഉള്ളൂ. പിന്നെ അത് മൂലക്കിട്ട അവസ്ഥയിലാണ്. കുറച്ചും കൂടെ വലുതാകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം ആവശ്യം വരിക, കുറച്ച് പാട്ട് പാടാനെല്ലാം പറഞ്ഞിട്ട് മേടിക്കുക. അതുകൊണ്ട് കുറച്ച് നേരം മൈക്ക് താന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു കൊടുത്തതാണ്. അതുകൊണ്ട് 3-4 പാട്ടൊക്കെ പാടി അവിടെ ഇരുന്നിട്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാ നമുക്ക് ആഗസ്റ്റ് 15 സ്പെഷ്യൽ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് ഇങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് DYFIൻ്റെ ഒക്കെ അവർ ഓരോ ചലഞ്ച് നടത്തുന്നുണ്ടല്ലോ, ബിരിയാണി ചലഞ്ച്, പായസ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഏരിയയിൽ പായസ ചലഞ്ച് ആയിരുന്നു കേട്ടോ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഓർഡറൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ പായസം കൊണ്ടു തന്നതാണ് കേട്ടോ. നല്ല അടിപൊളി പ്രഥമനാന്നുണ്ടായത്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ പ്രഥമൻ പായസം. അപ്പോൾ എന്തായാലും അത് എത്തിയിട്ടുണ്ട്. നിച്ചുട്ടിയുടെ കയ്യിലാണ് കേട്ടോ കൊടുത്ത്. ഇൻഡിപെൻഡൻസ് ഡേ. അംഗനവാടി പോകുന്ന സമയത്ത് ഞാൻ ഫിഷൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായി. അപ്പോൾ വന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് സാധാരണ ആഗസ്റ്റ് 5 സേവനവാരമൊക്കെ ഉണ്ടാവില്ലേ സ്കൂളിലും കോളേജിലും നാട്ടും പുറത്തൊക്കെ. അപ്പോൾ നമുക്കിന്ന് ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. മൊത്തമായിട്ട് പറമ്പിലെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് കേട്ടോ. ഷീജേച്ചിയും അതുപോലെ തന്നെ വേറൊരു ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത്. മഴയൊക്കെ കഴിഞ്ഞപ്പം വേക്കിലെല്ലാം കാട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടുണ്ട് ചുറ്റിലും. വേക്കിലൊക്കെ നല്ല കാട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല നീറ്റാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡും നിങ്ങൾ നോർമലി കാണുന്നില്ലേ വീഡിയോസിൽ. അപ്പം അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പം എല്ലാം ഏതായാലും ആഗസ്റ്റ് 15 കൂടി ക്ലീനായി. അച്ഛനും മോളും കൂടെ ഇതാ സൈക്കിളും എടുത്തിട്ട് അങ്ങ് പോയിട്ടുണ്ട്. കണ്ടിട്ടില്ല, കുറേ നേരമായി ഇറങ്ങിയിട്ടിട്ട. ഞാൻ വിചാരിച്ചു എവിടെ പോയേന്ന്. അപ്പോഴേക്കും അത് സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ട് അത് അപ്പുറത്തെ റോഡിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചൂട് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്ടായത് ഇന്ന്. അപ്പോൾ വൈകുന്നേരം തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് എവിടെ പോന്ന് ഓ ഏട്ടൻ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് സേവനവാരമായിട്ട് റോഡെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. വേർത്ത് കുളിച്ച് അച്ചി ഇതെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. വണ്ടിക്ക് ഫുള്ള് ഒരയുന്നു ഇതിങ്ങനെ വരുമ്പോ. അതുകൊണ്ട് ഏട്ടൻ ജസ്റ്റ് അല്ലൊന്ന് വലിയ കുഞ്ഞി കത്തിയെടുത്തിനേട്ടാ. ഇച്ചോട്ടി നീ അച്ഛന് കാവൽ നിൽക്കുന്ന ഏട്ടാ. ഇങ്ങനെ പെട്ടെന്ന് വണ്ടി വരുവേ, എന്നാലും വരും. കൊറിയർ വരാനുണ്ടാ? മേക്കപ്പിന് കളിപ്പാട്ടം ബുക്ക് ചെയ്തിന്. ആരാ ഇതേ? അച്ഛ ചെയ്തിന്. അച്ഛ ഒന്നുന്നുണ്ട്. നിച്ചോട്ടിക്ക് നല്ല ജലദോഷവും ഇതെല്ലാം ആയിട്ട് അന്ന് കഴിഞ്ഞിട്ട് ആദ്യം വന്നേ. എന്നിട്ടിപ്പം എന്താ ചുമയും എല്ലാം ഉണ്ട് അത്ര. അംഗൻവാടിയിൽ ഒരു ദിവസം പോയതേ ഉള്ളൂ. പിന്നെ 2 ദിവസമായി ലീവ്. ഇന്ന് പിന്നെ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. ഇനിയിപ്പോൾ 2 ദിവസം ആദ്യം ലീവ് എടുക്കേണ്ടി വരും. എല്ലാ കുഞ്ഞു മക്കൾക്കും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേഗം പകരുമല്ലോ. അതുകൊണ്ട് ഇതാണ് അവസ്ഥ. നല്ല നീറ്റായി അല്ലേ? സെറ്റപ്പായി. ഓ കാന്താരി പഠിക്കാലോ.
ഇത് അച്ഛൻ്റെ കാന്താരി കൃഷിയാണ്. അച്ഛൻ എവിടുന്നോ തൈ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായി നട്ടതാണ്. അത് കറക്റ്റ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഈ കാന്താരി ചെടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നും പച്ചമുളക് വാങ്ങിക്കാറേ ഇല്ല. കാന്താരി തന്നെയാണ് ശരണം. എനിക്ക് കറിയിലായാലും വറവാക്കുമ്പോഴായാലും എല്ലാം കാന്താരി തന്നെയാണ് കേട്ടോ കുത്തിയിടുക. അതൊക്കെ ഓർമ്മ വരുന്നു എനിക്ക് ശരിക്കും ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത്. ഇപ്പോൾ അവിടെയും കുറച്ച് കുറഞ്ഞു. ഇപ്പം അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുത്തല്ലേ ഉണ്ടായിരുന്നു. ഇപ്പം അത്ര ഇല്ല കേട്ടോ. ഇതിന്റെ ഇലക്കെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അത് മുരടിക്കുന്ന ക്ലൈമറ്റിന്റെ ആയിരിക്കും. വാടിപ്പോയതാന്ന് അറിയില്ല. ഓഗസ്റ്റ് 15 വീഡിയോ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിന്റെ ലാസ്റ്റ് പാർട്ട് എടുക്കുന്നത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതോടുകൂടി എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. നിച്ചുട്ടിക്ക് വീണ്ടും ചുമ വന്ന് ഹോസ്പിറ്റലിൽ പോയി. അമ്മക്ക് പനി വന്ന്, എനക്ക് പനി വന്ന്, എല്ലാവർക്കും ഒരു വല്ലാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ട് 3-4 ദിവസത്തേക്ക് എല്ലാവരും സൈഡാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഹോമിയോയിൽ പോയിട്ട് കാണിച്ചിട്ട് വരുമോ എന്ന്. ചെറിയൊരു മൂക്കടപ്പും ഒരു സൗണ്ട് മാറ്റും അങ്ങനെയെല്ലാം ഉണ്ടത്രേ. അപ്പൊ ഹോമിയോ കാണിച്ചു, നിച്ചുട്ടീനെയും കാണിച്ച് അങ്ങനെ വരുമോ എന്ന്. അമ്മക്ക് നല്ല ക്ഷീണവും ഇതെല്ലാം ഉണ്ടത്രേ. മാറുന്നതേ ഉള്ളൂ. എൻ്റെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നിച്ചുട്ടീനെ മാറിയാ നാളെ അംഗൻവാടി പോവാൻ തുടങ്ങാം അല്ലേ? അപ്പൊ എല്ലാവരും ഓക്കെ ആയിട്ട് അങ്ങനെ വരികയാണ്. അപ്പൊ വൈകുന്നേരം നല്ലൊരു ക്ലൈമറ്റ് കിട്ടാ, നല്ലൊരു മഴക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് വെറുതെ ഇങ്ങനെ വെള്ളിക്കീല് വഴിയെല്ലാം അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. മഴക്കാറുണ്ടോ? കണ്ടാ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്തിന്. പകല് ഭയങ്കര ചൂടും രാത്രി മഴയും അങ്ങനെയെല്ലാം അവസ്ഥ. അതാണ് എല്ലാവർക്കും പനി. അംഗനവാടിയിലെല്ലാം ഫുള്ള് പിള്ളേർക്ക് ചുമയും പനിയും എല്ലാം ആണ്. അത് കഴിയുമ്പോഴേക്കും നീച്ചുട്ടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെളിക്കയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ഉണ്ടായിന്. നമ്മൾ പോകുന്ന സമയത്ത് ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും നിറച്ചു ആൾ വന്ന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നല്ല അടിപൊളി ഫുഡും ആയിരുന്നു കേട്ടോ. നല്ല കരിമീൻ ഗ്രില്ല് ചെയ്തതും അതൊക്കെ കിട്ടും അവിടുന്ന്. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്, പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ ഉണ്ടായത്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ